ഒമാനിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. പലപ്പോഴും ഞാൻ അവിടുന്ന് മസാല ദോശ കഴിക്കാറുണ്ട്. അത്യാവശ്യം തിരക്കുള്ളൊരു ഹോട്ടലാണ്. ഒരു നില മുകളിലാണ് ഹോട്ടൽ. സ്റ്റെപ്പ് കയറി മാത്രമേ മുകളിലേക്ക് പോകാൻ കഴിയൂ. പലപ്പോഴും ഈ സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ ചിന്തിക്കാറുള്ളത് അവിടുത്തെ മുതലാളി ഇല്ലായിരുന്നെങ്കിലെന്നാണ്. എന്താണ് മുതലാളിക്ക് കുഴപ്പം? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ വെയിറ്റേഴ്സിനെ അല്ലെങ്കിൽ തൊഴിലാളികളെ അദ്ദേഹം ഉച്ചത്തിൽ ഷൗട്ട് ചെയ്യാറുണ്ട്. അതും ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നുകൊണ്ട് തന്നെ. ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിങ്ങനെ തുടർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും ഞാൻ മുന്നോട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന തെറ്റാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ തൊഴിലാളിയെ അകത്തേക്ക് വിളിച്ച് സംസാരിച്ചുകൂടാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവരെ അപ്പം തന്നെ കറക്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളോട് നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്, നിങ്ങളോട് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ എൻ്റെ കസ്റ്റമേഴ്സ് പറയുന്ന കംപ്ലയിൻസ് അപ്പം തന്നെ ക്ലിയർ ചെയ്യുകയാണ്. അദ്ദേഹം ഇത് മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. പലപ്പോഴും ഇങ്ങനെ വെയിറ്റേഴ്സിനോട് അല്ലെങ്കിൽ തൊഴിലാളിയോട് ഷൗട്ട് ചെയ്യാറുള്ളത് മുതലാളിമാരല്ല, കസ്റ്റമേഴ്സാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഷൗട്ട് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഷൗട്ട് ചെയ്യുന്നവർ റെസ്റ്റോറൻറ്റുകളിൽ മാത്രമല്ല, തിയേറ്ററുകളായാലും മാളുകളായാലും ഈവൻ നമ്മുടെ വീട്ടിൽ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ആരെയും നമുക്ക് മാറ്റിയിടാൻ കഴിയില്ല. പക്ഷേ ഈ പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്കും തെറ്റുകൾ സംഭവിക്കാം, അവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാം. ഇങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുകയല്ല വേണ്ടത്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, ആരും നമ്മുടെ അടിമയല്ല, മനുഷ്യരാണ്. കുറച്ചൊക്കെ ബഹുമാനത്തോടെ നമുക്ക് അവരോട് സംസാരിക്കാം.